ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്രാവശ്യം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആദ്യത്തെ യൂണിറ്റ് എന്താണ്. യൂണിറ്റ് 1 ഓഫ് മെനി ഹ്യൂസ്. ഓഫ് മെനി ഹ്യൂസ്. എന്താണ് ഹ്യൂസ് എന്ന് പറഞ്ഞാൽ നിറങ്ങളാണ്. അപ്പോൾ ഒരുപാട് നിറങ്ങളൊക്കെ പറ്റി പറയുന്ന ഒരു പാഠഭാഗമാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്താണ്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ അടിയിൽ മായ ഏഞ്ചലിയോൻ്റെ ഒരു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. ഇൻ ഡൈവേഴ്സിറ്റി, ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താ, വൈവിധ്യം. അവിടെയാണ് ബ്യൂട്ടിയും, മാത്രമല്ല അവിടെയാണ് എന്തും സ്ട്രെങ്ത്തും. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ശക്തിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എന്താ, ആദ്യം തന്നെ ഒരു പിക്ചർ കാണുന്നുണ്ട്. എന്താ, കുറച്ച് കുട്ടികൾ ഒരു ടേബിളിൻ്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ഗ്ലോബും ബുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. ദെൻ അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്. അപ്പോൾ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടേബിളിൻ്റെ ചുറ്റിലും നിൽക്കുകയാണ്. ബുക്കും ഗ്ലോബും പെന്നും പെൻസിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്, അവർ പഠിക്കുകയാണ്. ദേ ആർ സ്റ്റഡിയിങ്. ഓക്കെ, ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി. അപ്പോൾ എന്താ, ഈ കുട്ടികളൊക്കെ ഒരേ കൺട്രി, ഒരേ രാജ്യത്ത് നിന്ന് വരുന്ന കുട്ടികളാണോ? ആണോ? ഈ കുട്ടികളുടെ ഫേസിൽ നോക്കിയാൽ തന്നെ അറിയാം എന്താ, പല കളറിലാണ് അവർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത്, അവരൊന്നും സെയിം കൺട്രി അല്ല, ഒരേ കൺട്രി അല്ല. ഓക്കെ, അപ്പോൾ അവിടെ നോ എന്ന് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് നോക്കി നോക്കാം. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു ആ ന്യൂ പ്ലേസ്. അപ്പോൾ എന്താണ്, നമ്മൾ പുതിയതായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്താ, അവിടെ ആകെ മൊത്തം ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിച്ച് കുറേ കാലം താമസിച്ച് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ്ഡ് എ ന്യൂ കൺട്രി. The place was very different from where she used to live before. അപ്പോൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, ഒരു സ്റ്റോറി, ഒരു ഗേളിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ആ ഗേൾ എന്താണ്, പുതിയൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്തു. അവൾ എന്താ, താമസിച്ചിരുന്ന സ്ഥലത്തല്ല വേറെ ഒരു കൺട്രിയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്ന ചേഞ്ചസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെയിംസ് ആൻഡ് നെയിംസ്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ആണ് എന്താണ് കൂട്ടുകാരെ, നെയിംസ് ആൻഡ് നെയിംസ്. Kunni Chiruda stood at the gate gazing at the street. She loved to look at passing vehicles and pedestrians. അപ്പോൾ ആരുടെ കഥയാണ് ഇവിടെ പറയുന്നത്, കുഞ്ഞി ചിരുതയുടെ കഥയാണ് പറയുന്നത്. സ്റ്റുഡ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ എന്താണ്, ഗേറ്റിൻ്റെ അവിടെ പിക്ചർ കാണുന്നുണ്ട്. ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് സ്ട്രീറ്റിലേക്ക് ഗേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗേസിങ് എന്ന് പറഞ്ഞാൽ എന്താ, നോക്കുക. അപ്പോൾ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിങ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അപ്പോൾ ഇങ്ങനെ എന്താണ്, ഈ വെഹിക്കിൾസൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് നോക്കുന്നതും പിന്നെ പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാരൊക്കെ പോകുന്നത് നോക്കുന്നതൊക്കെ കുഞ്ഞി ചിരുതക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ, വിൻ്ററിൻ്റെ എൻഡാണ്. ദ എയർ വാസ് വാർമിംഗ് അപ്പ്. അപ്പോൾ എയർ എന്താ, കുറച്ച് വാം ആയിട്ടുള്ള ഒരു എയർ ആണ്. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. അപ്പോൾ കാറ്റിനൊക്കെ കുറച്ച് ചൂടുണ്ടെങ്കിലും എന്താണ്, കുറച്ച് തണവുള്ള കുറച്ച് കോൾഡ് വിൻഡും കൂടെ ഉണ്ട്. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ ന്യൂ ജേഴ്സിയിൽ ഒരു കോൾഡ് വിൻ്റർ ആണ് ഇപ്പോൾ. ഓക്കെ, ഇറ്റ് വാസ് ഓൺലി 5 ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ആകെ എന്താണ്, ആകെ 5 മണിയായിട്ടുള്ളൂ. പക്ഷെ എന്താ, ആകെ നൈറ്റ് ആയ പോലെയാണ് അവിടുത്തെ അവസ്ഥ. ഓക്കെ,
അപ്പോൾ അടിയിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ഗേൾ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടുന്ന് പുറത്തേക്ക് നോക്കുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദ വാരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺസ് ഹാഡ് പസിൽഡ് കുഞ്ഞി ചിരുത. അപ്പോൾ എന്താണ് പറയുന്നത്, അവിടുത്തെ ഇങ്ങനെ ഡേയും നൈറ്റും ഒക്കെ ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാരിയിങ് എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഡേ കൂടാം, ചിലപ്പോൾ നൈറ്റ് കൂടാം, ചിലപ്പോൾ ഡേ കുറയാം. അങ്ങനെ അതെന്താണ്, അത് ഈ കുഞ്ഞു ചിരുതയിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺ സെറ്റ് ഓൺലി അറ്റ് 8:30. അപ്പോൾ ജൂലൈയിൽ വന്നപ്പോഴെങ്ങനെയാണ്, സണ്ണ് എപ്പോഴാണ്, 8:30 When she arrived in July, the sunset എപ്പോഴായിരുന്നു, 8:30 The day was more than 15 hours long. അപ്പോൾ എന്താണ്, ഒരു ദിവസം എന്ന് പറയുന്നത് 15 മണിക്കൂറിനേക്കാൾ ലോങ് ആയിരുന്നു. Now the sun set a little before 5. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണ്, ഇപ്പോൾ 5 ആവുന്നതിന് മുന്നേ തന്നെ സണ്ണ് സെറ്റാവും. And the day lasted only a little less than 10 hours. അപ്പോൾ ഒരു ഡേ എന്ന് പറയുന്നത് ഇപ്പോഴെങ്ങനെയാണ്, 10 മണിക്കൂറിനേക്കാൾ കുറവായിട്ടാണ് ഇപ്പോഴുള്ള ഒരു ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ്. അപ്പോൾ സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ കുഞ്ഞിച്ചിരുത ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഓക്കെ. That was Kate, her classmate. She lived just across the street. അപ്പം എന്താണ്, അത് ആരായിരുന്നു, അങ്ങനെ പറഞ്ഞത് ആരായിരുന്നു, കേറ്റ് ആയിരുന്നു. അപ്പോൾ കേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ, കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്മേറ്റ് ആണ്. She lived just across the street. അപ്പോൾ സ്ട്രീറ്റിൻ്റെ അപ്പുറത്താണ് ആര് താമസിക്കുന്നത്, കേറ്റ് താമസിക്കുന്നത്. Okay. Oh, not again, Kunjichiruda said to herself under her breath. When will she learn to pronounce my name right? അപ്പോൾ എന്താണ്, നേരത്തെ കുഞ്ഞിച്ചിരുതനെ വിളിച്ചതാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി എപ്പോഴാണ് ശരിക്കും എന്നെ വിളിക്കുക. When will she learn? എപ്പോഴാണ് അവൾ എൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പഠിക്കുക. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഉച്ചരിക്കാനായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ അവർ ക്ലാസ്സിലിരിക്കുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കി നോക്കാം. ഓക്കെ. ദിസ് വാസ് ഹെർ 6 months അറ്റ് സ്കൂൾ. അപ്പോൾ സ്കൂളിലായിട്ട് ഇപ്പോൾ എത്രയായി, 6 മാസം ആയിട്ടുണ്ട്. Back in Kerala, she had only learned some English rhymes at play school. അപ്പോൾ കേരളത്തിലാവുമ്പോൾ എന്താണ്, പ്ലേ സ്കൂളിൽ നിന്ന് വെച്ചിട്ട് കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമാണ് കുഞ്ഞിച്ചിരുത പഠിച്ചിട്ടുള്ളൂ. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് എൻ അമേസിങ് സ്പീഡ്. പക്ഷെ എന്താണ്, പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചു. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അപ്പോൾ എന്താണ്, അവിടെയുള്ള ക്ലാസ് ടീച്ചേഴ്സും അതുപോലെ ഫ്രണ്ട്സും ഒക്കെ എന്താണ്, നല്ല ഹെൽപ്ഫുള്ളാണ്, നന്നായി സഹായിക്കുന്നവരാണ്. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ എന്താ, പ്രത്യേകിച്ച് ഇങ്ങനെ അപരിചിതമായിട്ടൊന്നും അവൾക്ക്, സ്ട്രേഞ്ചർ ആയിട്ടൊന്നും, പരിചയമില്ലാത്ത ഒരാളായിട്ടൊന്നും അവൾക്ക് തോന്നിയില്ല. മിസ് ഹോപ്കിൻസ് ഹു ടോട്ട് മാത്തമാറ്റിക്സ് വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. അപ്പോൾ എന്താണ്, മിസ് ഹോപ്കിൻസ് എന്തായിരുന്നു, അവളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു മാത്സ് ക്ലാസ് എടുത്തിരുന്നത്. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് ദ വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം. അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു അവൾക്ക് കുറച്ച് അപ്സെറ്റ്, അവൾക്ക് കുറച്ച് വിഷമം. അതെന്തിലായിരുന്നു, അവളുടെ പേര് അവളുടെ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ, പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്നതിൽ. ഓക്കെ. കാരണം എന്താ, അവിടെ പല രാജ്യത്തുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഈ പേര് അങ്ങനെ പെട്ടെന്ന് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഷീ ഡിഡ് ട്രൈ തോ. ഷീ മാനേജ്ഡ് ടു ഗെറ്റ് ലാസ്റ്റ് പാർട്ട് റൈറ്റ് ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടഫ് ട്വിസ്റ്റർ. അപ്പോൾ എന്താണ്,
അപ്പോൾ അവർക്കൊക്കെ എന്താണ് ലാസ്റ്റ് പാർട്ട് പിന്നെയും പറയാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പാർട്ട് എന്താണ്, അതൊരു ടങ് ട്വിസ്റ്റർ പോലെ. ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നാവ് ഇങ്ങനെ കുഴക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം പോലെ അവർക്കൊന്നും പറയാനായിട്ട് കിട്ടിയിരുന്നില്ല. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ഓണ്ട്. അപ്പോൾ എന്താണ്, ഹായ് കേറ്റ് എന്ന് പറഞ്ഞിട്ട് കേറ്റിനെ കുഞ്ഞിച്ചിരുത വിളിക്കാൻ ഇങ്ങനെ വേവ് ചെയ്തോട്ട്. വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൈ വീശില്ലേ. അപ്പോൾ കൈ വീശിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ കേറ്റ് എങ്ങോട്ടായിരുന്നു പോയിരുന്നത്, വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ഓണ്ട്. ഓണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോവായിരുന്നു. ഹായ് കേറ്റ് അത് നമ്മൾ പറഞ്ഞു. There were 24 students in grade 1. അപ്പോൾ ഗ്രേഡ് 1 എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 24 സ്റ്റുഡൻസ് ഉണ്ട്. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. അപ്പോൾ അവിടെ നോൺ അമേരിക്കൻ അല്ലാത്ത കുട്ടി എന്ന് പറയുന്നത് ചിരുത മാത്രമല്ല, വേറെയും കുറേ കുട്ടികളുണ്ട്. ഇൻഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻറ്റ് ബിലോങ് ടു ഇമ്മിഗ്രേറ്റ് ഫാമിലീസ്. അപ്പോൾ അതിൽ പകുതി കുട്ടികളോളം എന്താ, വെവ്വേറെ കൺട്രീസിലുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ ഇമ്മിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, കുടിയേറ്റക്കാരായിരുന്നു. ഓക്കെ, there were students from Canada, Mexico, Italy, UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന. അപ്പോൾ അവിടെ എവിടെയൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരുന്നു, അപ്പോൾ ആ സ്കൂളിൽ എവിടെയൊക്കെയുള്ള കുട്ടികളുണ്ട്, UAEയിലും ഈജിപ്തിലും ചൈനയിലും കാനഡയിലും മെക്സിക്കോയിലും ഇറ്റലിയിലും എല്ലാ സ്ഥലത്തുമുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. ഓക്കെ, കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. അപ്പോൾ സ്ട്രീറ്റ്സിൽ കുഞ്ഞിച്ചിരുത എന്താണ്, ഒരുപാട് ഇന്ത്യൻസിനെ കാണാറൊക്കെ ഉണ്ട്. ഓക്കെ, ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. അപ്പോൾ പ്രകാശിനെ മെറ്റ് ചെയ്തപ്പോൾ കുഞ്ഞിച്ചിരുതക്ക് കുറച്ച് എന്താണ്, ഒരു സർപ്രൈസായി. എന്നാൽ പ്രകാശ് നാട്ടിൽ നിന്നുള്ള ആളാവും. നമുക്ക് നോക്കി നോക്കാം. പ്രകാശ് റാൻ കോൺഫെക്ഷനറി നിയർ ഹെർ സ്കൂൾ. അപ്പോൾ പ്രകാശ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കോൺഫെക്ഷനറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഫെക്ഷനറി എന്ന് പറഞ്ഞാൽ മധുര പലഹാരശാല. അപ്പോൾ ഈ മധുരമുള്ള ഐറ്റംസൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് സ്കൂളിൻ്റെ അടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹെർ അങ്കിൾ ഹരീഷ്. അപ്പോൾ എന്താണ്, കുഞ്ഞിച്ചിരുതയുടെ അങ്കിൾ ഹരീഷിൻ്റെ പോലെ തന്നെ ഉണ്ട്. ആരിനെ കാണാൻ, പ്രകാശിനെ കാണാൻ. Only Prakash looked a lot older, almost as old as Muthashan. He had gazed curiously at her the first time she bought some candy from the store. അപ്പോൾ എന്താണ് പറയുന്നത്, അപ്പോൾ പ്രകാശ് ഈ മധുരമുള്ള മിഠായിയൊക്കെ കിട്ടുന്ന ഒരു ശാല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും അങ്കിളായിട്ടുള്ള ഹരീഷിൻ്റെ പോലെ തന്നെ ഉണ്ട്. എന്താണ്, മുത്തശ്ശൻ്റെ അത്ര വയസ്സായിട്ടുള്ള ഒരാളുടെ പോലെയാണ്. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയോസിറ്റി അറ്റ് ഹെർ. ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, എന്താ നോക്കുക അല്ലേ. അപ്പോൾ എന്തോ ഇവൾ ആദ്യമായിട്ട് അവിടുന്ന് ഒരു ക്യാൻഡി മിഠായി മേടിച്ചപ്പോൾ തന്നെ ഇവളെങ്ങനെ എന്തോ ക്യൂരിയസ് ആയിട്ട് പ്രകാശ് നോക്കി. ഓക്കെ, അപ്പോൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓൾ ഹർ ക്ലാസ്മേറ്റ്സ് കോൾ ഹിം മിസ്റ്റർ പ്രകാശ്. അപ്പോൾ എന്താണ്, ഈ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലുള്ള ക്ലാസ്മേറ്റ്സൊക്കെ എന്തായിരുന്നു വിളിച്ചിരുന്നത്, മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. അപ്പോൾ അതെന്താണ്, അത് കുറച്ച് റൂഡായിട്ട്, റൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, മര്യാദ ഇല്ലാത്ത രീതിയിൽ, ഒരു മര്യാദ ഇല്ലാത്ത കുറച്ച് റൂഡായിട്ട് പറയുന്ന പോലെ കുഞ്ഞിച്ചിരുതക്ക് തോന്നി. ബാക്ക് ഹോം ഇൻ Kerala, she would have called him Prakash uncle. The next time she went to the store, Prakash patted her affectionately on her head. അപ്പോൾ എന്താണ്, അപ്പോൾ കുഞ്ഞിച്ചിരുത എന്തായിരുന്നു, ഈ കേരളത്തിൽ വിളിച്ചിരുന്ന പോലെ പ്രകാശ് അങ്കിൾ എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്.
എന്താണ് അടുത്ത പ്രാവശ്യം കടയിൽ വന്നപ്പോൾ എന്തുണ്ടായത്? പ്രകാശ് പാറ്റഡ് ഹെർ അഫെക്ഷനലി ഓൺ ഹെർ ഹെഡ്. പാറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തടവുക. അപ്പോൾ എന്താണ്? തലയിൽ ഇങ്ങനെ ഒരു സ്നേഹത്തോടെ നമ്മൾ തടവില്ല. അപ്പോൾ അങ്ങനെ ആര് തടവി എന്നാണ് പറയുന്നത്? പ്രകാശ് തടവി. ഓക്കെ. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? അപ്പോൾ എന്താണ് നിന്നെ എല്ലാവരും വിളിക്കാറ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് ഉത്തരം എന്ത്? കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്. അപ്പോൾ പ്രകാശിൻ്റെ ഐഡ് എന്താ? കുറച്ച് ഇങ്ങനെ ഓപ്പൺ ആകില്ല, വൈഡനായിട്ട് കുഞ്ഞിച്ചിരുത. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ? കുഞ്ഞിച്ചിരുതക്ക് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷമായി. Okay, Prakash uncle was the first person outside her family to pronounce her name perfectly in New Jersey. അപ്പോൾ എന്തുകൊണ്ടാണ് സന്തോഷമായത്? ഈ ന്യൂ ജേഴ്സി എന്ന സ്ഥലത്ത് തൻ്റെ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് തൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്തിട്ടില്ല. പ്രൊനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ച വേർഡാണ്. ഉച്ചരിച്ചിട്ടുള്ളത് ആരാണ്? ഈ അങ്കിളാണ്, പ്രകാശ് അങ്കിളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ? ഇവൾക്ക് സന്തോഷായി. ഓക്കെ. ഷി നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അപ്പോൾ എന്താണ്? തല എങ്ങനെ? നോഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? തലയാട്ടിയിട്ട് ബീംഡ് അറ്റ് ഹിം. ബീംഡ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിച്ചിരിച്ചു. ഓക്കെ. അപ്പോൾ ഇതിൽ അറിയാത്ത വേർഡ്സൊക്കെ കൂട്ടുകാർ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. മീനിങ്സ് ഇവിടെ സൈഡിൽ കൊടുക്കുന്നതാണ്. ഓക്കെ. പ്രകാശ് സഡൻലി സ്വിച്ച് ഓവർ ടു മലയാളം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്താ? പ്രകാശ് പിന്നെ എന്താ? മലയാളത്തിൽ പറയാനായിട്ട് തുടങ്ങി. ഓക്കെ. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേർഡ് അലൗഡ്. അപ്പോൾ എന്താണ്? ഇപ്പോഴും ഈ കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞ പേരൊക്കെ കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളതിൽ ഈ പ്രകാശ് എന്താ? കുറച്ച് വണ്ടറായി. വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതത്തോടെ കൂടിയിട്ട് ഇങ്ങനെ പറയാണ്. ഓക്കെ. അപ്പോൾ വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ മീനിങ് സൈഡിൽ എഴുതി വയ്ക്കുക. അത്ഭുതം എന്നാണ്. ഓക്കെ. അപ്പോൾ അറിയാത്ത വേർഡ്സൊക്കെ ഇതിൽ കുറേ മീനിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിലും ഇനിയും അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ നോക്കിയിട്ട് അവിടെ എഴുതി വെക്കണം. Okay, she had faced the question several times after she became old enough to talk about it. Of course, she knew very well how she got her name. So she told him about her great-grandmother who became a school teacher at the age of 18. She had only seen a fading photograph of her great-grandmother. അപ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ ഈ ചോദ്യം എന്താ? ഒരുപാട് പേരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. അപ്പോൾ ഇവൾക്ക് നന്നായി അറിയാം ഇവൾക്ക് എങ്ങനെയാണ് ഈ കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളതെന്ന് ഇവൾക്ക് നന്നായി അറിയാം. ഓഫ് കോഴ്സ് she knew very well how she got her name, so she told him about her great-grandmother who became a school teacher at the age of 18. എന്താണ്? 18 വയസ്സിൽ സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ കാര്യം അദ്ദേഹത്തിനോട് കുഞ്ഞിച്ചിരുത പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ഒരു ഫേഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത്ര തെളിച്ചില്ലാത്ത, കുറച്ച് മങ്ങലൊക്കെ ഉണ്ടായിട്ടുള്ള ഫോട്ടോ ഉണ്ടാവില്ലേ? അപ്പോൾ കുറച്ച് തെളിച്ചൊന്നുമില്ലാത്ത ഫോട്ടോ മാത്രമാണ് കുഞ്ഞിച്ചിരുത ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ കണ്ടിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. കുഞ്ഞിച്ചിരുത ലേറ്റർ ലേൺ ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ്ഡ് ടു ദ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ചുറി അഗോ. അപ്പോൾ പിന്നെ എന്താണ്? പ്രകാശിനെ കുറിച്ച് കൂടുതൽ വിവരം അമ്മയുടേന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്താണ് അമ്മ പറഞ്ഞത് പ്രകാശിനെ കുറിച്ചിട്ട്? ഇവിടെ അടുത്ത് തന്നെയുള്ള ഇവരെ സ്ഥലത്ത് നിന്ന് അധികം ദൂരമില്ലാത്ത ഒരു വില്ലേജിലാണ് പ്രകാശ് താമസിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഓൾമോസ്റ്റ് ഒരു ഹാഫ് സെഞ്ചുറി മുതൽ തന്നെ എന്താണ് ഇവിടെ പ്രകാശ് ഉണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തു. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ്
Antoinette took admission in കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. അപ്പോൾ എന്താണ്, കുറച്ച് ദിവസം മുന്നേ സ്പ്രിങ്ങിൽ ഒരു ബ്രേക്ക് വന്നപ്പോൾ അന്റോണിറ്റോ എന്ന് പറയുന്ന ഒരു ഗേൾ കുഞ്ഞിച്ചിരുദയുടെ ക്ലാസ്സിൽ എന്താണ് അഡ്മിഷൻ എടുത്തു. ഷി വാസ് ഫ്രം എ സിറ്റി കോൾഡ് മെഴ്സലീസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിലെ മെഴ്സലീസ് എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നാണ് ആ കുട്ടി വരുന്നത്. ഹർ മദർ വാസ് വർക്കിംഗ് ഇൻ മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ വർക്ക് ചെയ്യുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. ഷി വാസ് ഗിവൺ എ ന്യൂ പ്രോജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ എന്താണ്, ന്യൂ ജേഴ്സിയിൽ ആ അമ്മയ്ക്ക് പുതിയൊരു പ്രോജക്റ്റ് ഉണ്ട്. സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അപ്പോൾ ഈ ഫാമിലി എന്താ, റീലൊക്കേറ്റ് ചെയ്തിട്ട് സ്ഥലം മാറ്റിയിട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ റീലൊക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥലം മാറ്റുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. Antoinette and കുഞ്ഞിച്ചിരുദ soon became friends. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി. Okay, കുഞ്ഞിച്ചിരുദ was amused to find that her classmates and teachers had trouble pronouncing Antonitto's name too. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ക്ലാസ് ടീച്ചേഴ്സിനും അതുപോലെ ഫ്രണ്ട്സിനുമൊക്കെ അന്റോണിറ്റയുടെ പേര് പറയാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് അന്റോനെറ്റ്. അപ്പോൾ കുറേ പേരെന്താ അന്റോനെറ്റ് എന്നായിരുന്നു പ്രൊനൗൺസ് ചെയ്തിരുന്നത്. ബട്ട് കുഞ്ഞിച്ചിരുദ ലേൺ ഫ്രം അന്റോനെറ്റ് ദാറ്റ് the name ought to be pronounced Antoinette. അപ്പോൾ അങ്ങനെയാണ് ശരിക്ക് എന്താണ് നെയിം പ്രൊനൗൺസ് ചെയ്യേണ്ടത്, Antoinette. ഓക്കെ, കുഞ്ഞിച്ചിരുദ ട്രൈ ടു സേ ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ എന്താണ്, അന്റോനെറ്റ് എന്ന പേര് അവരെല്ലാവർക്കും അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കുഞ്ഞിച്ചിരുദ അന്റോനെറ്റിൽ നിന്ന് ശരിക്കും എങ്ങനെയാണ് ഈ പേര് പ്രൊനൗൺസ് ചെയ്യാമെന്ന് ഇങ്ങനെ പഠിച്ചു. അപ്പോൾ ശരിക്ക് ആന്റോനെറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ കുഞ്ഞിച്ചിരുദ പഠിച്ചു. ഷീ found to her surprise that she got it right after a few trials. അപ്പോൾ കുറച്ച് ട്രയൽസ് അവളിങ്ങനെ കുറച്ച് ശ്രമം ഇങ്ങനെ നടത്തിയപ്പോൾ എന്താണ്, അവൾ അതിൽ വിജയിച്ചു. അവൾക്ക് ആ പേര് ശരിക്കും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കിട്ടി. She was equally surprised to find Antoinette pronouncing her name fairly well, especially the അപ്പോൾ എന്താണ്, അപ്പോൾ ഈ അന്റോനെറ്റ് എന്താ തൻ്റെ പേര് നല്ല അടിപൊളിയായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. അപ്പോൾ അവൾക്ക് നല്ലപോലെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്റോനെറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുദ അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്റോനെറ്റ് എന്ത് ചെയ്തു, ഈ കുഞ്ഞിച്ചിരുദനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. കുഞ്ഞിച്ചിരുദ found to her amusement that അമ്മ could not say Antoinette name right. അപ്പോൾ എന്താണ്, അമ്മയ്ക്ക് അന്റോനെറ്റിൻ്റെ പേര് ശരിക്ക് പറയാനായിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ്, കുഞ്ഞിച്ചിരുദാകെ സർപ്രൈസ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എന്താണ് അമ്മയ്ക്ക് കിട്ടാത്തത്, അങ്ങനെ കുഞ്ഞിച്ചിരുദക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഷീ ഹാഡ് ടു ബിക്കം her mother's language teacher for a moment. അപ്പോൾ എന്താണ്, അവൾ ഒരു മൊമെൻറ്റിൽ കുറച്ച് നിമിഷം അവളുടെ അമ്മയുടെ എന്തായി, ലാംഗ്വേജ് ടീച്ചറായി മാറി. അമ്മയ്ക്ക് എന്താണ് ഈ ചിരുത എന്നുള്ള പേര് ശരിക്കും പ്രൊനൗൺസ് ചെയ്യാൻ, കുഞ്ഞിച്ചിരുദ അല്ല അന്റോനെറ്റോ എന്ന് പറയുന്ന പേര് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ആരായി മാറി എന്നാണ് പറയുന്നത്, അമ്മയുടെ ലാംഗ്വേജ് ടീച്ചറായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ സ്റ്റോറി. ഇനി നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് നോക്കാം. So first question, what did കുഞ്ഞിച്ചിരുദ love doing at the gate? അപ്പോൾ എന്തായിരുന്നു ഗേറ്റിൻ്റെ അവിടെ കുഞ്ഞിച്ചിരുദ ചെയ്തിരുന്നത്? എന്തായിരുന്നു? She stood at the gate gazing at the street. She loved to look at passing vehicles and pedestrians. എന്തായിരുന്നു? ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ ഗെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എന്താണ് ഈ വെഹിക്കിൾസ് പാസ് ചെയ്യുന്നതും ഈ പെഡസ്ട്രെയിൻസ് കാണുന്നതും ഒക്കെ ഇഷ്ടമായിരുന്നു. ഓക്കെ, വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? അപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ക്ലൈമറ്റിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് തന്നെ പറയുന്നുണ്ട്.
It was the end of winter that the air was warming up, but there was still the occasional cold wind. It had been a cold winter in New Jersey. It was only 5, but night had fallen. This indicates it was late winter transitioning to spring, with days getting warmer, but still experiencing some cold winds. Okay, അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസിൽ അബൌട്ട് ദ വാരി ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡേയുടെയും നൈറ്റിൻ്റെയും ഇങ്ങനെ വാരി ചെയ്യുന്നത് ഒരു പസിൽ പോലെ കുഞ്ഞിച്ചിരുതക്ക് തോന്നിയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺ സെറ്റ് ഓൺലി അറ്റ് 8:30. അപ്പോൾ ജൂലൈയിൽ വന്നപ്പോൾ സൺ എത്ര മണിക്കായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്? 8:30. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. അപ്പോൾ ഒരു ഡേ എന്ന് പറയുന്നത് 15 മണിക്കൂറിനേക്കാൾ കൂടുതലായിരുന്നു. Now the sun set a little before 5. അപ്പോൾ ഇപ്പം എന്താ, ഇപ്പം 5 ആകുമ്പോഴത്തേനും സൺസെറ്റ് ആവും. ഒരു ദിവസം എന്ന് പറയുന്നത് എങ്ങനെ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. 10 മണിക്കൂറിനും കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടഡ്? എന്തായിരുന്നു കാരണം? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. She was startled because her classmate Kate had attempted to pronounce her name, saying Kunhichirotha. It was another instance of someone mispronouncing her name. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ക്ലാസ്മേറ്റിലായിട്ടുള്ള കേറ്റ് തൻ്റെ പേര് കുൻഹിച്ചിർഥ എന്ന് പ്രൊനൗൺസ് ചെയ്തത്, അതുകൊണ്ട് തെറ്റായി പ്രൊനൗൺസ് ചെയ്ത കാരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Why didn't കുഞ്ഞിച്ചിരുത feel a stranger at all at the school? എന്തുകൊണ്ടായിരുന്നു കുഞ്ഞിച്ചിരുതക്ക് ഒരു സ്ട്രേഞ്ച് ആയിട്ടൊന്നും സ്കൂളിൽ തോന്നാതിരുന്നത്? Her classmates and teacher were very kind and helpful. എന്തുകൊണ്ടായിരുന്നു? ക്ലാസ്മേറ്റ്സും അതുപോലെ ടീച്ചറും എന്താ നല്ല ഹെൽപ്ഫുള്ളും നല്ല കൈൻഡുമായിരുന്നു. She did not feel a stranger at all the school. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എന്താണ് സ്ട്രേഞ്ച് ആയിട്ടൊരു കാര്യം നമ്മുടെ കുഞ്ഞിച്ചിരുതക്ക് തോന്നിയിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? എന്തുകൊണ്ടാണ് പ്രകാശിനെ പേര് വിളിക്കുന്നത് കുറച്ച് റൂഡായിട്ട് അപമര്യാദയായിട്ട് കുഞ്ഞിച്ചിരുതക്ക് തോന്നിയത്? എന്തായിരുന്നു? എല്ലാവരും അദ്ദേഹത്തിന് പ്രകാശ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾ ഹിം പ്രകാശ് അങ്കിൾ. അപ്പോൾ കേരളത്തിലൊക്കെ എന്താ പ്രകാശ് അങ്കിൾ എന്നാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അപമര്യാദ ആയിട്ട് കുഞ്ഞിച്ചിരുതക്ക് തോന്നി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What was കുഞ്ഞിച്ചിരുതാ's reaction when പ്രകാശ് pronounced her name correctly? അപ്പോൾ എന്താണ് പ്രകാശ് കുഞ്ഞിച്ചിരുതയുടെ നെയിം കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തപ്പോൾ എന്താണ് കുഞ്ഞിച്ചിരുതക്ക് തോന്നിയത്? കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. പ്രകാശ് അങ്കിൾ ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. ഷീ നോട്ടഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അപ്പോൾ എന്താണ്? അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ന്യൂ ജേഴ്സിയിൽ ഫാമിലി അല്ലാണ്ട് ഒരാൾ കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവൾക്ക് നല്ല അധികം സന്തോഷമായി. അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ഒരാൾ പ്രൊനൗൺസ് ചെയ്തതുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതക്ക് അത്ര സന്തോഷമായത്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? എന്തുകൊണ്ടാണ് പ്രകാശ് കുഞ്ഞിച്ചിരുതയുടെ നെയിം കണ്ടപ്പോൾ സർപ്രൈസ് ആയത്? പ്രകാശ് വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് കുഞ്ഞിച്ചിരുത വാസ് എ വെരി ഓൾഡ് ഫാഷൻ നെയിം. അപ്പോൾ കുഞ്ഞിച്ചിരുത എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തുള്ള ഒരു പേരാണ്. ഹി wondered how a child of today got such an unusual and old name which is not commonly here now. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു പേര് ഇപ്പോൾ ഉള്ള കുട്ടിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് വിചാരിച്ചിട്ടാണ് പ്രകാശ് സർപ്രൈസ് ആയത്. How did കുഞ്ഞിച്ചിരുത get her name?
എങ്ങനെയാണ്? ഷി ഗോട്ട് ഹെർ നെയിം ഫ്രം ഹർ ഗ്രാൻഡ് മദർ ഹു ബിക്കെയിം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. അപ്പോൾ എന്താണ്? 18 വയസ്സിൽ സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ നിന്നാണ് ഈ പേര് കിട്ടിയത്. വാട്ട് സർപ്രൈസ് കുഞ്ഞിച്ചിരുത വെൻ ആന്റോണിയറ്റ് പ്രൊനൗൺസ് ഹെർ നെയിം റൈറ്റ്. അപ്പോൾ എന്തായിരുന്നു കുഞ്ഞിച്ചിരുതനെ ആന്റോണിയറ്റ് പേര് ശരിക്കും പ്രൊനൗൺസ് ചെയ്തപ്പോൾ സർപ്രൈസ് ആക്കിയത്? She was equally surprised to find Antoinette pronouncing her name fairly well, especially the na. Kunichida was surprised that Antoinette could pronounce that difficult na sound that most others struggled with. അപ്പോൾ എന്താണ്? ബാക്കി എല്ലാവർക്കും ഈ ന എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ നല്ല സ്ട്രഗിളാണ്. അപ്പോൾ അത് ആന്റോണിയറ്റ് നന്നായി പ്രൊനൗൺസ് ചെയ്തപ്പോൾ അതാണ് അവളെ സർപ്രൈസ് ആക്കിയത്. Next question. Why do you think Antoinette was able to pronounce കുഞ്ഞിച്ചിരുതാ's name fairly well? അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഈ കുഞ്ഞിച്ചിരുതയുടെ നെയിം ആന്റോണിയറ്റിന് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടായിരുന്നു? ആന്റോണിയറ്റ് ഓൾസോ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ മിസ്പ്രൊനൗൺസിങ് ഹെർ നെയിം, സോ ഷീ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് മേഡ് ദ എഫേർട്ട് ടു ലേൺ. അപ്പോൾ എന്താണ്? അത്രയും എഫേർട്ട് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് പഠിച്ച കാരണമാണ് ആന്റോണിയറ്റിന് ശരിക്കും കുഞ്ഞിച്ചിരുതയുടെ പേര് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ആക്ടിവിറ്റീസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.